ഹരിയാനയിലേക്ക് പോകാം. ഹരിയാനയിൽ സിബി ചേരുന്നു. സിബി, ഹരിയാനയിലെ സാഹചര്യം എങ്ങനെയാണ്? 10 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഹരിയാനയിൽ ഉള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിക്കൊണ്ട് പോയതാണ് ഈ 10 സീറ്റുകളും. എന്നാൽ ഇത്തവണ സാഹചര്യം വ്യത്യസ്തമാണ്. BJP വലിയ ഒരു പ്രതിരോധമാണ് അവിടെ നേരിടുന്നത്. കോൺഗ്രസ് ശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വാർത്തകൾ? ഷമി, തീർച്ചയായും ഹരിയാനയിൽ ഇത്തവണ കോൺഗ്രസ് വളരെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കുകയാണെന്ന്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2019 10 സീറ്റിൽ 10ഉം നേടി BJP സമ്പൂർണ്ണ ജയം നേടിയിരുന്നു. എന്നാൽ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി. പ്രത്യേകിച്ച് കർഷക പ്രതിഷേധം ഏറ്റവും കൂടുതൽ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഹരിയാന. ഇവിടെ കർഷകരായ ജാട്ട് വിഭാഗങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട്. 25% ജാട്ട് വിഭാഗമാണ്. കൂടാതെ രജപുത്ര വിഭാഗമുണ്ട്. ഇവരെല്ലാം തന്നെയും ഇത്തവണ കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, പ്രചരണ ഘട്ടത്തിലും BJP ഈ കർഷക രോഷം BJP സ്ഥാനാർത്ഥികൾക്ക് നേരിട്ട് ഏറ്റുവാങ്ങേണ്ട സാഹചര്യമുണ്ടായി. എന്തായാലും ഇപ്പോൾ രാവിലെ വലിയ രീതിയിലൊരു തിരക്കെല്ലാം തന്നെ പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഉച്ചയോട് കൂടി തന്നെ കടുത്ത ചൂട് കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 45 ഡിഗ്രിക്ക് മുകളിലാണ് ഹരിയാനയിലെ ചൂട്. അതുകൊണ്ട് തന്നെ വലിയ പോളിംഗ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 11 മണി വരെ ഹരിയാനയിൽ 22% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു പോളിംഗിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം വലിയ നല്ല ചൂടുണ്ട്. പക്ഷേ എങ്കിൽ പോലും വലിയ ഒരു പ്രചരണം ഇവിടെ കോൺഗ്രസും BJPയും നടത്തിയിരുന്നു. എന്തായാലും ഇത്തവണ ഈ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായ ഭൂപേന്ദർ സിംഗ് യാദവ് കൂടെയെല്ലാം തന്നെയും തങ്ങൾക്ക് പൂർണ്ണമായും എല്ലാ സീറ്റിലും വിജയിക്കുമെന്ന ആത്മവിശ്വാസവും എല്ലാം തന്നെയും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ തവണ കർഷക രോഷവും അഗ്നിവീർ പദ്ധതിയും ഗുസ്തി തരങ്ങളുടെ പ്രതിഷേധമെല്ലാം തന്നെയും പ്രതിഫലിക്കുന്ന ഒരു സംസ്ഥാന എന്ന നിലയിൽ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. BJP സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുണ്ട്. എങ്കിലും 2019 ആ ഒരു വലിയ വിജയം ആവർത്തിക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിയില്ല, BJPക്ക് കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷമ്മി, ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിന്റെ വിശദാംശങ്ങളാണ് സിബി നൽകിയത്.